ഫ്രണ്ട്സ്, നമുക്കിന്ന് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ. അതിലേക്ക് 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കി വേവിച്ചത്, പച്ചമുളക് കീറിയത് 10 എണ്ണം, വെളുത്തുള്ളി 100 ഗ്രാം കഷ്ണങ്ങളാക്കിയത്, 25 ഗ്രാം ഇഞ്ചി, 200 ഗ്രാം ചുവന്നുള്ളി, 1.5 കപ്പ് എള്ളെണ്ണ. പിന്നെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പെരിഞ്ചീരകം, 5-6 കറിയാമ്പൂവ്, 1 കഷ്ണം തക്കോലം, 1 വിരലിൻ്റെ നീളത്തിൽ കറുവാപ്പട്ട, 1/4 സ്പൂൺ കശകശ, 1/2 സ്പൂൺ കുരുമുളക്. ഇത് പൊടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെൻ്റെ വീടിൻ്റെ ബാക്ക് യാർഡിൽ ചട്ടിയിൽ വെച്ചിട്ടുള്ള തൈയാണ് കേട്ടോ. ഇനി നമുക്ക് പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ വഴറ്റുമ്പോൾ ഞാൻ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവിക്കുമ്പോൾ വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഞാൻ മുരിയിക്കുമ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മുളക് പൊടിക്ക് എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 4 സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങളുടെ മുളക് പൊടിക്ക് എരിവ് കൂടുതലാണെങ്കിൽ 1.5 സ്പൂൺ ചേർത്താൽ മതി. പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ബാക്കിയുള്ളതിന് കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പം നല്ല കളറും ഗ്രേവിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും. നമ്മുടെ ചെമ്മീൻ മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഈ കൂട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി വഴന്നില്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടാവും കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ അച്ചാർ പോലെയല്ല, ഈ നോൺ വെജ് വെച്ചിട്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ അത് അധിക കാലം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ 1/2 കിലോ ചെമ്മീൻ അച്ചാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും. ഞാൻ പോരാത്ത കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ചാറിൻ്റെ ബോട്ടിൽ തുറക്കുമ്പോൾ വരുന്ന മണമുണ്ടല്ലോ, ആ മണത്തിൽ തന്നെ നമ്മൾ ഒരു പാത്രം ചോറുണ്ണും. അത്രയും നല്ല മണമായിരിക്കും ഈ അച്ചാറിന്. പിന്നെ നോൺ വെജ് അച്ചാർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഉലുവയും കായും ചേർക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ നമ്മളിപ്പോൾ അതേ സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് 3 സ്പൂണ് മുളക് പൊടി ചേർത്ത് മൊരിക്കുകയാണ് കേട്ടോ. മുളക് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കിനും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പൊടി ഉണ്ടല്ലോ, അത് ചേർക്കാം. മസാല മൊരിഞ്ഞതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. കപ്പ് എന്ന് പറയുന്നത് മെഷറിങ് കപ്പിൻ്റെ സൈസാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് മസാല ഒന്ന് വെള്ളം വറ്റി മസാല കുറുകിയതിന് ശേഷം നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിക്കണം കേട്ടോ. ഇപ്പം എൻ്റെ ചേട്ടൻ ഗൾഫിൽ പോകുന്ന സമയത്ത് എൻ്റെ മമ്മി സ്ഥിരമായി ഉണ്ടാക്കി കൊടുക്കുന്ന അച്ചാറാണ് ചെമ്മീനും ബീഫും. അതുപോലെ തന്നെ അയൽവക്കത്തെ വീട്ടിലത്തെ ചേട്ടന്മാർ ഗൾഫിൽ പോകുന്ന സമയത്ത് അവരുടെ അമ്മമാർ പറയും, മമ്മിയുടെ അടുത്ത് ചെമ്മീൻ മേടിച്ച് ഉള്ളിയൊക്കെ വൃത്തിയാക്കി കൊണ്ട് കൊടുത്തിട്ട് പറയും, അച്ചാറുണ്ടാക്കി തരുമോ എന്ന്. അപ്പോൾ മമ്മി അച്ചാറുണ്ടാക്കി കൊടുക്കും അവർക്ക്. അടിപൊളി അച്ചാറാണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചാറുണ്ടാക്കും. ഇപ്പോൾ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കണേ. 2 ദിവസം കഴിയുമ്പോഴേ ഈ അച്ചാർ ഒന്ന് സെറ്റാവുള്ളൂ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഒന്നെടുത്ത് ഉപ്പ് നോക്കുക, പോരെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ അച്ചാർ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.